ഇന്ന് രാവിലെ 8:15 മണിയോട് കൂടിയാണ് ശംഖുമുഖം തീരത്ത് ഇത്തരത്തിലൊരു ബോട്ട് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ശംഖുമുഖം തീരം കടലെടുത്തുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ സുരക്ഷിതമായി കയറ്റി ഇടാൻ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വള്ളം വിഴിഞ്ഞം ഹാർബറിലേക്ക് കൊണ്ടുപോയത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് വള്ളം പോവുകയും തൊട്ടടുത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വള്ളം തിരയിൽപ്പെട്ട് മറിയുകയും ചെയ്യുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? ഒഴുക്കിന് നല്ല കറക്റ്റായിട്ട് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്ത് പോയതാണ്. പോയി അങ്ങോട്ട് കടലടിക്കുന്നിടത്ത് പോയപ്പോൾ വലിയൊരു തിര വന്ന് അടിച്ച പിന്നെ നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും വള്ളം വിട്ടേക്ക് വന്ന് വള്ളം മറിഞ്ഞ് ചരിഞ്ഞ് വള്ളമെല്ലാം നഷ്ടപ്പെട്ട് വെള്ളമെല്ലാം ഒടിഞ്ഞു. കല്ലിൻ്റെ ഇടയിൽ പോയി വലിയ ഒടിഞ്ഞു. ഞങ്ങൾ മാക്സിമം ഒരു 10 മിനിറ്റ് വരെ കിടന്ന് നീന്തി അവിടെ കടലടികൾ കൊണ്ട് ദിവസം കൂടി രണ്ടുപേരും വെള്ളം കുടിച്ച് ഒരുപാട് ഇതായി. കൂടെ കിടന്ന ആളാണ് എൻ്റെ പറയുന്ന ആൾ എൻ്റെ കൂടെ. അതുകൊണ്ട് ഞാനും ആവശ്യനായി. ഞാനും പോകും വെള്ളമൊക്കെ കുടിച്ച് ഒരുപാട് ഇതായി ടയർഡായി വന്ന് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ കര വന്നതിന് ശേഷമാണ് ആളെ നോക്കുന്ന കൂടെ വന്ന ആളെ കാണാനില്ല. എനിക്കൊന്നും പറ്റുന്നില്ല. എനിക്ക് നീന്തി വരാനും പറ്റുന്നില്ല. ഞാൻ കരയ്ക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചാണ് പിന്നെ അവർ കമ്പ എടുത്തിട്ട് എന്നതിന് ശേഷമാണ് കല്ലിൻ്റെ ഇടയിൽ കൂടി എന്നെ ഇങ്ങോട്ട് വലിച്ചു കയറ്റി. ഞാൻ കര വന്നപ്പോഴാണ് പറഞ്ഞാൽ അവനെ കാണാൻ ഇവർക്ക് വരുന്ന കാണാൻ പറ്റുമല്ലോ. രണ്ടുപേരുണ്ടായിരുന്നു കുറച്ച് നേരം, ഒരാളെ കാണാനില്ല. ഈ വലിയതുറ ഫാത്തിമ മാത സ്വദേശിയായിട്ടുള്ള 32 വയസ്സുകാരനായ മഹേഷിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികൾ, ഈ ശംഖുമുഖത്തുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ മഹേഷിനായുള്ള തിരച്ചിൽ ഇപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇതുവരെയും മഹേഷിനെ കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ശംഖുമുഖം തീരത്ത് വലിയ രീതിയിലുള്ള കടൽക്ഷോഭമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീരം വലിയ രീതിയിൽ കടലെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വള്ളങ്ങളൊക്കെ തന്നെ തീരത്ത് സുരക്ഷിതമായി വയ്ക്കാനുള്ള സ്ഥലമില്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെയുള്ള ഈ ചെറിയ ഫൈബർ വള്ളങ്ങളൊക്കെ തന്നെ വിഴിഞ്ഞം ഹാർബറിലേക്ക് മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മഹേഷും ബിനുവും ഉൾപ്പെടെയുള്ള സംഘം അവരുടെ വള്ളത്തിൽ വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. ഈ സമയത്താണ് 8:15 കൂടി വലിയൊരു തിരയടിക്കുകയും ഈ തിരയിൽപ്പെട്ട ഇവർ സഞ്ചരിച്ചിരുന്ന വള്ളം മറിയുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വള്ളത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ബിനു മാത്രമാണ് രക്ഷപ്പെട്ട് കരയിലേക്ക് എത്തിയിരിക്കുന്നത്. 32-കാരനായിട്ടുള്ള മഹേഷിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.